നമ്മളിപ്പോൾ ഉള്ളത് ലവ് വാലിയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് സൺസെറ്റ് വാലിയിലാണ്. കൂടി നല്ല തണുത്ത കാറ്റ്. നമ്മുടെ ടർക്കി ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേയുടെ സെക്കൻഡ് ഹാഫാണിത്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. AV ടൂറിന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്, പക്ഷെ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. നമ്മളൊന്നും ഇത്രയും എക്സോസ്റ്റഡ് ആയിട്ടൊന്നും നടക്കാറില്ലാണ്. ഇപ്പം ഇവരൊക്കെ വെയിലത്ത് ഒരു കുഴപ്പമില്ലാണ്ടാണ് ഇട്ട് കിടക്കുന്നത്. ആൾക്കാരുടെ ബാക്കിലെത്തിയാലൊക്കെ പോലും I'm your guide. We need to name surname and write the sign after we will start the tour. All right. How is your day? All good. Perfect. ഒരു രസമില്ലേ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. നമുക്ക് ഒരെണ്ണത്തും അങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓടിക്കാവുന്ന മതി. നമ്മൾ നിന്ന ഹോട്ടലിൽ തന്നെ ഇങ്ങനത്തെ കുറേ പാക്കേജസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏരിയ ടൂറിൻ്റെ റേറ്റ് ഓൺലൈനിലേക്കാളും കുറവായിട്ട് ഇവിടെ തോന്നി. നമ്മൾ കുറച്ചും കൂടി റേറ്റ് കുറവിന് ചോദിച്ചപ്പോൾ ഓരോ തരുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ തന്നെ ആളുടെ അടുത്ത് നിന്നാണ് ഈ ഏരിയ ടൂർ നമ്മൾ എടുത്തത്. 55 euros ആണ് പെർ പേഴ്സണിനാവുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. നമ്മൾ കപ്പഡോക്കിയയിൽ എത്തിയപ്പോഴേ ആദ്യം ചെക്ക് ചെയ്തത് നമുക്ക് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. കാരണം നല്ല പൊരി വെയിലാണ്, പക്ഷെ ഇതിപ്പം അടിപൊളി സീസണാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, പല നാട്ടുകാരെത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്കാർ കുറവായിരുന്നു പറയുകയാണെങ്കിൽ, മലയാളികൾ അതിലും കുറവായിരുന്നു. പക്ഷെ ഗൾഫ് കൺട്രീസിൽ നിന്നെല്ലാം അറബികൾ പോലത്തെ ആൾക്കാരൊക്കെ കുറേ പേര് എത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടു. ഈദായതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ കുറേ പേരെ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റിയത്. അങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുമ്പം അതൊരു അടിപൊളി വൈബാണ്. അപ്പം നമുക്കങ്ങനെ ഒരു ആക്ടിവിറ്റീസും മിസ്സാക്കാനായിട്ട് നമുക്ക് പറ്റില്ലായിരുന്നു. ഏതൊക്കെ ആക്ടിവിറ്റീസാണോ കപ്പഡോക്കിയുള്ളത് അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മൾ AV ടൂർ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലവ് വാലിയിലാണ്. ഒട്ടക്കത്ത വെയിലാണ്.
അങ്ങനെ ലവ് വാലിയിൽ പോയതിൻ്റെ മെമ്മറിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോയതാണ് പിന്നീട് കാണുന്നത്. ടോട്ടൽ നമുക്ക് 3 സ്റ്റേഷനാണ് പോകുന്ന വഴിക്ക് കിട്ടിയത്. Swart Valley. Yes, Swart Valley here. There are all times making a swart here. There is a panoramic view. Yeah. What is the butter? Yes. വാങ്ങിച്ചോ. നെയ്യ് കൂട്ടി ഉണ്ടാക്കുന്ന ഈ സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി അത്രയും ചൂടായ ഒരു സമയത്ത് നിന്ന് അവിടെ ഒന്ന് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കോൺ അതിനകത്തേക്ക് കുറച്ച് ചൂടായ ബട്ടർ ആഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീം മാത്രം, വളരെ കുറച്ച്, ഹാഫ് ആ സ്പൂൺ എന്നുള്ള രീതിയിൽ ഐസ്ക്രീം ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കോൺ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഈ ഒരു ചൂടത്തൊന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഹെവൻലി ഫീൽ ആയിരുന്നു. Thank you. Okay. നമ്മളിപ്പോ ഉള്ളത് സൺസെറ്റ് വാലിയിലാണ്. ഇതിന്റെ ഒരു സൈഡില് റോസ് വാലി, വേറൊരു സൈഡില് വൈറ്റ് വാലിയാണ്. അടിപൊളി വ്യൂ. നമ്മുടെ AV ടൂറിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. സൂപ്പർ. ഇതുണ്ടോ വ്യൂ നോക്കിയേ. ഞാൻ നമ്മുടെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പണ്ട് ഉണ്ടായിരുന്ന വോൾക്കാനിക് ഇറപ്ഷനിൽ ഉണ്ടായ ലാവ ഫോം ചെയ്തിട്ടാണ് ഈ കാണുന്ന രീതിയിലുള്ള ഫെയറി ചിമ്നീസ് എല്ലാം ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു പ്ലേസും കൂടിയാണിത്. ചെറിയ ഹോളും കാര്യങ്ങളും വിൻഡോ പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൺസെറ്റ്. അത്രയും ടയേർഡായി. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഒരു ഭയങ്കര ഒരു ടയറിങ് ഡേ ആയിരുന്നു. കുറേ പ്ലേസസിൽ പോയി. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. കുറച്ച് റിലാക്സ്ഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ബാക്കിൽ കാണുന്നതാണ് റോസ് വാലി. ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടലിൻ്റെ ആളായിട്ട് തന്നെ സംസാരിച്ചപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റിന് കിട്ടി. പിന്നെ ഇവിടെ ഒരുപാട് ഏജൻസീസ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഹോട്ട് എയർ ബലൂൺ ടൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്ക് കെപ്പഡോക്കിയ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കറങ്ങണമെങ്കിൽ റെഡ് ടൂർ, ഗ്രീൻ ടൂർ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊണ്ടുപോകുന്ന ഒരുപാട് ടൂറുകളുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ പറയുവാണെങ്കിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം രാവിലെ ഒരു 9 മണി തൊട്ട് ഒരു 4 വരെയൊക്കെ നമ്മൾ ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പമായിരിക്കും. ഒരു 10-20 ആൾക്കാരുണ്ടാവും. അവർ പറയുന്ന സ്ഥലത്ത് നിർത്തും. കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ സെൽഫായിട്ടാണ് നമ്മൾ പോയത്, ഇവരുടെ കൂടെയല്ല നമ്മൾ പോയത്. പക്ഷേ AV ടൂർ അല്ലെങ്കിൽ ഹോട്ട് എയർ ബലൂണിലൊക്കെ നമ്മൾ റൈഡ് എടുക്കുന്ന സമയത്ത്
നമ്മൾ ഈ ഒരു ഗ്യാങ് ആയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഈ കാണുന്ന 20-25 പീപ്പിൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന അത്രയും ആൾക്കാരായിട്ട് അവർ ആ സാധനം ചെയ്യുള്ളൂ. നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞു. നമ്മളിതാ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും കാസിലേക്ക് കയറാണ്. ഇതാണ് നമ്മുടെ കാസിൽ. അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് മുകളിൽ ബാർ ഉണ്ടെന്ന് പറഞ്ഞു റൂഫ് ടോപ്പിൽ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ട് പോയതാണ്. 11 മണിക്ക് ബാർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വൈനോ കോക്ടെയിലോ എന്തെങ്കിലും കിട്ടുമോ അറിയാനായിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര ഒരു എൻജോയ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഡേ ടൈമിൽ ഭയങ്കര ചൂടും പൊടിയും ആ ഒരു സംഭവമാണെങ്കിൽ നൈറ്റ് നമുക്ക് ഭയങ്കര ഒരു കാം ഫീലിംഗ് ആണ്. ഒരു തണുത്ത കാറ്റും നല്ല അടിപൊളി അറബിക് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ്. ആൻഡ് ആ റൂഫ് ടോപ്പിൽ ചുറ്റും ഇതുപോലെയുള്ള കേവ്സും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ നിൽക്കുന്ന കാസിൽ ഹോട്ടലിൻ്റെ മുകളിൽ വന്നേക്കാണ്. ഇങ്ങനത്തെ ഈ ഒരു സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ എടുത്തത്. നമ്മൾ പകൽ പോയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര പീസ്ഫുൾ. കളയക്കൂടി നല്ല തണുത്ത കാറ്റ്, അങ്ങനത്തെ ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ആറ്റ് കപ്പഡോക്കിയ. നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് ചെയ്തത്. ഇതിന് മുമ്പത്തെ എപ്പിസോഡായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡേ. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ടർക്കിയിൽ ഇനിയും കാണിക്കാനുണ്ട്. 4 ദിവസമാണ് നമ്മൾ ടർക്കിയിൽ ഉണ്ടായിരുന്നത്. 2 ദിവസം കപ്പഡോക്കിയയിലും 2 ദിവസം ഇസ്താംബുളിലും. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടർക്കിയിൽ ഇനിയും ഞങ്ങൾക്ക് കാണിക്കാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ ബൈ.